അസ്സലാമലൈക്കും. അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു ഇസ്മാണ് പറയാൻ പോകുന്നത്. യാ കവിയു യാ അല്ലാ എന്ന ഇസ്മ ജീവിതത്തിൽ അധികരിപ്പിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങളെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യാ കവി യാ അള്ളാഹ് എന്നതിൻ്റെ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അതീതമായ ശക്തിക്കും പ്രതിരോധ ശേഷിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇത് വിശ്വാസികൾക്ക് യുദ്ധത്തിലും ജീവിതത്തിലെ മറ്റു വെല്ലുവിളികളിലും അള്ളാഹുവിൻ്റെ സംരക്ഷണം നൽകുന്നു. കവിയു എന്ന വാക്ക് ഏറ്റവും ശക്തൻ അല്ലെങ്കിൽ ശക്തിയിൽ തികഞ്ഞവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിലൂടെ അള്ളാഹുവിൻ്റെ ശക്തി ഒരിക്കലും കുറയുന്നില്ല എന്നും പ്രതിരോധിക്കാൻ കഴിയാത്തതാണെന്നും മനസ്സിലാക്കാം. ശക്തിയുള്ളത്, അധികാരമുള്ള, ആരോഗ്യമുള്ള, ഏറ്റവും ശക്തിയുള്ള, സമർത്ഥനായ എന്നൊക്കെ ഇതിൻ്റെ അർത്ഥം വരുന്നുണ്ട്. ദിവസവും ഈ ചെറിയ ഇസ്മ പതിവാക്കിയാൽ ആരോഗ്യം വർദ്ധിക്കും, ശക്തി കൂടും. അള്ളാഹുവിൻ്റെ അചഞ്ചലമായ ശക്തിയിൽ നിന്ന് വിശ്വാസികൾക്ക് ശക്തിയും പിന്തുണയും ലഭിക്കുന്നു. അതുപോലെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നു. ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്. പേരറിയാത്ത ഒരുപാട് പടർന്നു പിടിച്ചുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ ശമനം ലഭിക്കാൻ ഈ ദിക്ർ ഇസ്മ പതിവാക്കുന്നതും നല്ലതാണ്. അതുപോലെ ശരീരത്തിലെ ഏത് വേദനയ്ക്കും ശമനം ലഭിക്കും. അതുപോലെ ശാരീരിക ക്ഷീണം, തളർച്ച, മടി, അതുപോലെ ശരീരത്തിലെ ഏത് വേദനയ്ക്കും, കാൽമുട്ട് വേദന, കൈവേദന, കാലുവേദന, എല്ലാ വേദനകൾക്കും ശമനം ലഭിക്കുന്നതാണ്. അതുപോലെ ഒരുപാട് ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാർ എപ്പോഴും നേരിടുന്ന പ്രശ്നമാണ് എൻ്റെ കുഞ്ഞ് തടി കുറവാണ്. കുഞ്ഞുങ്ങൾക്ക് തടി കൂടാനും നല്ല ആരോഗ്യമുള്ള ശരീരമാവാനും 133 വട്ടം ഈ ഇസ്മ ഭക്ഷണത്തിൽ ഊതി കുഞ്ഞിന് കൊടുക്കുകയാണെങ്കിൽ മെലിഞ്ഞ കുട്ടികൾ തടി വെക്കാനും നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടാകാനും ഇതും ഈ ഇസ്മ നിങ്ങളെ സഹായിക്കുന്നതാണ്. സ്കൂൾ പഠനത്തിലും മദ്രസ പഠനത്തിലും പോകുന്ന കുഞ്ഞുങ്ങൾക്ക് നേരിടുന്ന വേറൊരു പ്രശ്നമാണ് പഠിച്ചതൊക്കെ മറക്കുന്നു. പഠിച്ചതൊന്നും തലയിൽ നിൽക്കുന്നില്ല. അന്നന്ന ഭാഗം പഠിക്കുന്നത് പിറ്റേ ദിവസമാകുമ്പോഴും മറന്നു പോകുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ബുദ്ധിശക്തി വളരാൻ, ശ്രദ്ധ കേട്ടാൻ, ഓർമ്മശക്തി കൂടാൻ, ഇവയെല്ലാം വർദ്ധിക്കാൻ ഈ ഇസ്മ എല്ലാ ഫർള് നിസ്കാര ശേഷവും 11 പ്രാവശ്യം ചൊല്ലിയാൽ ഓർമ്മശക്തി, ബുദ്ധിശക്തി, ശ്രദ്ധ ഇവയെല്ലാം വർദ്ധിക്കാൻ കാരണമാകും. അതുപോലെ മനസ്സിൽ പേടി, ഭയമൊക്കെ ഇല്ലാതാവാനും ഈ ദിക്ർ പതിവാക്കുന്നത് നല്ലതാണ്. ഈ ഇസ്മ പതിവാക്കുന്നതിലൂടെ ടെൻഷൻ, സ്ട്രെസ് ഒക്കെ മാറാൻ കഴിയും. അതുപോലെ ശൈത്താനിൽ നിന്ന് കാവൽ ലഭിക്കാനും കാരണമാണ്. ഈ ഇസ്മ പതിവാക്കുന്നവർക്ക് ശൈത്താനിൽ നിന്ന് കാവൽ ലഭിക്കും. അതുപോലെ ജീവിതത്തിലെ വെല്ലുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സംരക്ഷണം നൽകുമെന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ഏതൊരു ഭയത്തിലും സഹായം തേടാൻ ഈ പ്രാർത്ഥന ഉപയോഗിക്കാം. കാരണം ഏറ്റവും ശക്തമായ അള്ളാഹു സഹായിക്കാൻ എപ്പോഴും തയ്യാറാണ്.